തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദനെ പരിഹസിച്ചൊരു വനിതാ പ്രതിനിധി എന്ന ഒരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നതാണ് വിമർശനം. സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നു അപ്പോഴെന്നും പരിഹാസം. പാർട്ടിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യമില്ലെന്നുള്ള കുറ്റപ്പെടുത്തലുണ്ടാകുന്നു തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായി. സ്റ്റെഫിനി, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ വർഗപരമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് പാർട്ടി പൊതുജനങ്ങളിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് പാർട്ടിയുടെ താത്വിക അടിത്തറ വിശദീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ് എം.വി. ഗോവിന്ദൻ. അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ കൂടുതൽ എം.വി. ഗോവിന്ദൻ മാഷ് എന്ന് വിളിക്കുന്നത്. പാർട്ടിക്കാരെ സംബന്ധിച്ചും അത് പാർട്ടിയിൽ ക്ലാസ് എടുക്കുന്ന ഒരാൾ എന്ന നിലയിലുമൊക്കെയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വനിതാ പ്രതിനിധി അദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ആ ചോദ്യം ചെയ്ത സാഹചര്യം എന്താണ്? എങ്ങനെയായിരുന്നു പരിഹാസം? രതീഷ്, ഇന്നലെ ഈ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് മുതൽ തന്നെ പല പ്രതിനിധികളും സംസാരിച്ചത് പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും ആ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്. ഇന്നലെ 12 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചത്. ഉടനീളം തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷനുകളിൽ CPM നേതാക്കൾ ചെന്നാൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അതൊക്കെ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതിനിധി സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് അതിരൂക്ഷമായൊരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ തന്നെ ഉയർത്തുന്നത്. M.R. അജിത്കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ നൽകിയതാണ്. ഇത് സംസാരിക്കുന്നതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു വനിതാ നേതാവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വിമർശനം, പരിഹാസം എം.വി. ഗോവിന്ദന് എതിരെ ഉയരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഈ പാർട്ടി നിലപാടുകൾ അത്രയധികം ശക്തി പാർട്ടിക്ക് ഈ സർക്കാരിൽ ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനമായിട്ട് തന്നെ അതിനെ വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി ആലോചിക്കേണ്ട, തിരുത്തേണ്ട ഒരു കാര്യം കൂടി ആ വനിതാ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് CPM-ൽ എത്രത്തോളം വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ വനിതാ പ്രാതിനിധ്യം എത്രത്തോളമാണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുമോ, അല്ലെങ്കിൽ എത്ര വനിതകളെ ആ തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടി ഇതിന്റെ ഭാഗമായിട്ടും ഉയരുന്നുണ്ട്.